ആയുർവേദം എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയുർവേദത്തിൻ്റെ നാട്ടിലാണ് ജീവിച്ചത്. കോട്ടയ്ക്കൽ രാവിലെ ആയുർവേദശാലയിൽ നിന്നുള്ള കുഴമ്പിൻ്റെ എണ്ണയുടെയൊക്കെ ബന്ധം കേട്ടിട്ടാണ് ഞാനും വിമൽ എൻ്റെ കൂടെയുള്ള കൊളീഗുണ്ട്. വിമൽ ഞങ്ങളൊക്കെ കോളേജിൽ പോകുമ്പം ഈ ആയുർവേദശാലയിൽ നിന്നുള്ള ഇതിങ്ങനെ ചണ്ടി ഇങ്ങനെ ലോറിയിൽ പോകുന്നതാണ്. ആ സ്മെല്ല് വന്നാൽ തന്നെ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങും, കഴിച്ചൊക്കെ പോയിട്ട്. അങ്ങനെ ആയുർവേദശാലയിൽ വരുന്ന വലിയ ആളുകളെ കണ്ടിട്ടും നമ്മുടെ അടുത്ത് കൂടി ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റൊക്കെ ആയിരിക്കും കടന്നു പോകണ്ടാവും, നമുക്കറിയില്ല വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ. അങ്ങനെയുള്ള ആയുർവേദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പിന്നെ ഞാൻ വിവാഹം ചെയ്തത് ഒരു ആയുർവേദ കുടുംബത്തിലാണ്. ഞങ്ങൾക്കും ഒരു ഹോസ്പിറ്റലുണ്ട്, ഇവർക്കൊക്കെ അറിയുന്നതാണ് അവർ. അതുകൊണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശാസ്ത്ര അല്ലെങ്കിൽ ഈ വൈദ്യശാഖയുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ട്. ആയുർവേദത്തിലെ ചില മരുന്നുകളുടെ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഹാസ്നേഹം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് ആയുർവേദത്തിൽ. അത് എന്തിനുള്ളത്? അങ്ങനെ ഒരു മരുന്നിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കാണും, മഹാസ്നേഹം എന്നാണ്. ലോകത്ത് ഒരുപക്ഷെ ആയുർവേദത്തിന് മാത്രമേ അങ്ങനെ ഒരു മരുന്നിന് പേരിടാൻ പറ്റുള്ളൂ, മഹാസ്നേഹം. നമ്മൾ എന്താണ് ഡോളോ 650 എന്നൊക്കെ കേട്ടിട്ടല്ലേ പോണത്, മഹാസ്നേഹം. അപ്പോൾ അങ്ങനെ ഒരു ലോകത്താണ് അത്തരമൊരു വിഷയം എനിക്ക് ഇഷ്ടമുള്ളത് കൂടിയാണ് ഇതിൽ എനിക്ക് ഇവരോട് 3 പേരോടും നിങ്ങൾക്ക് 3 പേർക്കും അതിന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ സംശയങ്ങളാണ് ഇത് കൂടുതലും, അല്ലാതെ ഇതൊരു ചോദ്യം ചെയ്യലോ അങ്ങനെയല്ല. എനിക്കുള്ള കുറേ സംശയങ്ങൾ ഇതിനെപ്പറ്റി വിവരമുള്ള ആളുകളോട് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്. സർ, നമ്മൾ ഈ വേദകാലത്ത് തുടങ്ങുന്ന ആയുർവേദത്തിൻ്റെ ചരിത്രം അത് ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. വേദകാല പഠനം എന്ന് പറയുമ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠനം ഉണ്ടായി. എന്നിട്ട് കോളേജ് എഡ്യൂക്കേഷൻ വന്നു. അതൊരു എഡ്യൂക്കേഷൻ പാർട്ടാണ് നടന്നത്. പിന്നെ ഒരു ക്ലിനിക്കൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ രോഗികളെ കാണുന്നു, അന്ന് രോഗിയോട് സംസാരിക്കുകയും രോഗിയെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുക, രോഗി വീട്ടിൽ മരുന്ന് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയും. അപ്പോൾ ഒരു ചൊല്ല് ഞങ്ങളിവിടെ മ്യൂസിയത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ മരുന്ന് എന്ന് പറയുന്നത് ആഹാരമാണ്, നിങ്ങളുടെ കിച്ചണാണ് നിങ്ങളുടെ ഫാർമസി, നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ വൈദ്യം എന്ന് പറയും. ഇതാണ് നമ്മൾ ആദ്യം പറയാം. അപ്പോൾ നിങ്ങളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ചിട്ട പിന്തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈദ്യനെ ഡോക്ടറെ കാണാൻ വരേണ്ടി വരില്ല. അതൊരു ഗ്യാപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്, ഇന്ന് പണ്ട് ഇങ്ങനെ ചോദിക്കുന്നില്ല ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കില്ല. നമ്മുടെ അടുത്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും, ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇത് ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വരും. അപ്പോഴാണ് നമ്മൾ ഈ റിസർച്ചിനെ കുറിച്ചും അങ്ങനത്തെ പല കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു വേദപഠനകാലത്ത് നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങിയത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മേജർ ചേഞ്ച് പറയുന്നത് വൈദ്യൻ രോഗി എന്ന രീതിയിൽ രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പോൾ കാലത്ത് 6 മണിക്ക് ജോലിക്ക് പോകുന്ന ഒരാളുടെ അടുത്ത് ഞാനൊരു കഷായവും നെയ്യൊക്കെ മിക്സ് കഴിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും കഴിക്കില്ല. അപ്പോൾ ഗുളികകളിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആഹാര രീതികൾ ആ റീജിയൻ അനുസരിച്ച് നമ്മൾ അഡാപ്റ്റേഷൻ വരേണ്ടി വരുന്നുണ്ട്. ഒരു രാജസ്ഥാനിലൊരാളോട് കേരളത്തിൽ ഭക്ഷണ രീതി കഴിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. അപ്പം അങ്ങനെ പല രീതിയിലും ചേഞ്ചസ് നല്ലതും പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ചേഞ്ചസ് പല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ, ആദ്യം തന്നെ മാതൃഭൂമി ഇങ്ങനെയൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിനുള്ള നന്ദി സ്നേഹമൊക്കെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളട്ടെ. വേദകാലത്തുനിന്ന് ഇന്നത്തെ ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദം ഒത്തിരി മാറിയിട്ടുണ്ട്. ആയുർവേദം ആസ് എ സയൻസ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന് ജന്മസിദ്ധമാണ് എന്ന് പറയാം. ശാസ്ത്രീയത എന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇവോൾവ് ചെയ്യാനുള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു കായുടെ വേദിയിൽ ആയുർവേദത്തെ പറ്റി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇത്രയും 5000 വർഷം പഴക്കമുള്ളൊരു ശാസ്ത്രത്തിന് പറ്റുന്നത് അതുകൊണ്ടാണ്. അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രം എന്നുള്ള നിലയിൽ അതിന് 2 ഘടകങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ആയുർവേദത്തിന്, ആതുരവൃത്തം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ആയുർവേദത്തിന്. ഈ ആതുരവൃത്തം എന്ന് പറയുന്ന രോഗങ്ങളെ പറ്റിയുള്ള ചികിത്സയാണെങ്കിൽ, സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യശാസ്ത്രം, ഒരു സമ്പൂർണ്ണ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രോഗം, അതിൻ്റെ ചികിത്സ, അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ രീതികൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് രോഗം വരാതിരിക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റില്ലേ, അതിനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതാണ് ആയുർവേദത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് ആയുർവേദത്തിനെ മറ്റെന്നിൽ നിന്നും പ്രസക്തമാക്കുന്നതും നാളത്തെ വൈദ്യമാക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട്, പഥ്യമുണ്ടെങ്കിൽ കൃഷ്ണൻ അതുപോലെ പറഞ്ഞു, പഥ്യമുണ്ടെങ്കിൽ ഔഷധം എന്തിന്, പഥ്യമില്ലെങ്കിൽ ഔഷധം എന്തിന് എന്നൊരു ചൊല്ലുണ്ട് അല്ലേ. പഥ്യം എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോഴും പല ആൾക്കാരും വന്നിട്ട് ആയുർവേദത്തിന് പഥ്യമുണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പഥ്യതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിനെ ആയുർവേദമാക്കിയതും വൈദ്യത്തെ വൈദ്യമാക്കിയതും രോഗത്തിൽ നിന്ന് മാറ്റുന്നതുമൊക്കെ. ആയുർവേദത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നതും ഈ പഥ്യത്തിലാണ്. ഇന്ന് ഈ പഥ്യം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം. പക്ഷേ അതിന് പറയുന്ന ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീറ്റീവ് പേര് മാറി, അത്രേ ഉള്ളൂ. പേര് മാറിയെന്നുള്ളതേ സംഗതി ഒന്ന് തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആധുനികമായി നോക്കുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം ആയുർവേദത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെ വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു വെച്ച ഒരു 5000 years മുമ്പ് പറഞ്ഞു വെച്ച സാധനങ്ങളെ ഇന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു എന്ന ഒരു വലിയ വ്യത്യാസം ഇന്നുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഇവല്യൂഷൻ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ഇതിലാണ്. നമുക്ക് പല പ്രിൻസിപ്പിൾസും ഇന്ന് നമുക്ക് ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയാം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം, ഈ പ്രകൃതിയെപ്പറ്റി നമ്മുടെ പണ്ടത്തെ ഒരു ധാരണ, പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദം പിത്തം കഫം എന്ന് പറഞ്ഞ ആയുർവേദത്തിൽ തന്നെ ഉള്ള ഒരാൾ ജനിക്കുമ്പം മുതലുണ്ടാവുന്ന ഒരു സാധനമാണിത്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇറ്റ് ഹാസ് ഗോട്ട് എന്താ പറയുക, ഒരു DNA ലെവലിൽ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ലെവലിൽ അല്ലെങ്കിൽ DNA ലെവലിൽ ക്രോമസോമൽ ലെവലിൽ ഇംപ്ലിക്കേഷനുള്ള ഒരു കൺസെപ്റ്റാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് ഈ റിസർച്ചിലൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആയുർവേദത്തിൻ്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വൈസായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ആധുനിക ശാസ്ത്രത്തെ അല്ലെങ്കിൽ ആധുനിക സയൻസിനെ ഇതുമായി അല്ലെങ്കിൽ ഇതിലൂടെ കണ്ടെത്താനും കൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഡോക്ടർ വിഷ്ണുവും ഡോക്ടർ കൃഷ്ണനും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിൻ്റെ സാമൂഹ്യ വശം ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആയുർവേദം പോലെ ഒരു ശാസ്ത്രം എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും വ്യക്തി അധിഷ്ഠിതമായ ഒരു ശാസ്ത്ര സങ്കല്പമാണ്. വ്യക്തി അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, നമ്മളിപ്പോൾ 300 കോടി ജനങ്ങളുണ്ടെങ്കിൽ 300 കോടി ജനങ്ങൾ, ഡോക്ടർ വിഷ്ണു പറഞ്ഞ പ്രകൃതിയും പറ്റും, അത് 300 കോടി ജനങ്ങളുണ്ടെങ്കിൽ 300 കോടി പ്രകൃതി ഉണ്ടെന്നും ആ പ്രകൃതിയിൽ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്നും ആ വ്യത്യസ്തനായ ഓരോ ആൾക്കും വ്യത്യസ്തമായ ചികിത്സ തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഇതിന് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, പ്രധാനമായ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ ഇത് പ്രോട്ടോക്കോൾ ചെയ്തു. കാരണം അതിന് നിർബന്ധിതമായി ആയുർവേദം എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം നമുക്ക് പറയാം, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഷുഗർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് ഒരാൾ എങ്ങനെ പറയും, ഡയബറ്റീസ് ഉണ്ടെന്ന ഒരാൾ എങ്ങനെ പറയണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ലോകമെമ്പാടുമുള്ള കുറച്ച് ആളുകളുടെ ആവറേജ് എടുത്തിട്ട് ആ ആവറേജ് 180 250 മനുഷ്യൻ ഫിക്സ് ചെയ്യുന്ന ഒരു ആവറേജിൻ്റെ അതിന് മുകളിലോട്ട് വരുന്ന ആളുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഷുഗറായിട്ട് ബ്രാൻഡ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഷുഗറായിട്ട് ബ്രാൻഡ് ചെയ്യുമ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു ശാസ്ത്രം, ആയുർവേദം ഒരു ചെറിയ മേഖലയിൽ നിൽക്കുന്ന ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദത്തിന് ഇതിൽ നിന്ന് മാറ്റി നിൽക്കാൻ പറ്റാതെ നമ്മളും ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. ശരിക്കും പ്രമേഹം എന്ന് പറഞ്ഞാൽ ആ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം, രോഗവും ലക്ഷണവുമായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ പ്രമേഹമെന്ന് പറയേണ്ടതെന്നും അത് അത് പ്രത്യേകിച്ച് മേഹം കൂടുതലുണ്ടെങ്കിൽ, കൂടുതലായിട്ട് മൂത്രം കൂടുതലായിട്ട് പോവുകയും അയാൾക്ക് ക്ഷീണം തോന്നുകയും അയാൾക്ക് ശരീരം വലിയുകയും ദാഹം കൂടുതൽ തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ അയാളെ രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടെക്നോളജി രോഗിയായി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 120 കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയായി ഡിക്ലെയർ ചെയ്യപ്പെട്ടു. നിങ്ങൾ രോഗിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഇല്ലാത്തൊരവസ്ഥയായി. കാര്യം ഇതൊരു സാമൂഹ്യമായ പ്രശ്നമാണ്. നിങ്ങൾക്ക് വണ്ണം കൂടുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? BMI കാൽക്കുലേറ്റ് ചെയ്യും. BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വാദപ്രകൃതിക്ക് കുറച്ച് വണ്ണം കുറച്ച് മതി, കഫപ്രകൃതികൾക്ക് വണ്ണം കൂടുതലുള്ള ആളായിരിക്കണം, അയാൾക്ക് കുറച്ച് വണ്ണം കൂടുതലാകുന്നതായിട്ട് നോർമലാണ്. ആടിനും ആനയ്ക്കും ഒരേ താക്കോലിട്ട് കൂടാ. പക്ഷേ നമ്മൾ ഒരു ചില പ്രത്യേക കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേക പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ട് ഇയാളുടെ വണ്ണത്തിൽ ഈ ലെവലിലേക്ക് ഇയാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് കഫപ്രകൃതിയുള്ള ഒരാളെ പട്ടിണിക്കിട്ട് അയാളെ ചുരുക്കാൻ നോക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കൊളസ്ട്രോളായി, LFT ആയി, RFT ആയി, അങ്ങനെ തുടങ്ങുന്ന കുറേയേറെ ടെസ്റ്റുകളിൽ വെച്ചുകൊണ്ട് ആ ടെസ്റ്റുകളിൽ നിർത്തുന്ന അതാണ് ആരോഗ്യം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുത്തു. അയാൾക്ക് വിശപ്പുണ്ടോ നമ്മൾ നോക്കുന്നില്ല, അയാൾക്ക് സന്തോഷമുണ്ടോ എന്ന് നോക്കുന്നില്ല, അയാൾക്ക് ദാഹമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല, അയാൾ സ്വസ്ഥനാണോ എന്ന് നോക്കുന്നില്ല, അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നില്ല. ഇതൊന്നുമല്ലാതെ കുറച്ച് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് ഇതിനെ ഒതുക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിനെല്ലാം തന്നെ WHO ക്രൈറ്റീരിയ ഉണ്ടാക്കി, ഇന്ത്യൻ ഗവൺമെൻറ് ക്രൈറ്റീരിയ ഉണ്ടാക്കി, ഞങ്ങളും ക്രൈറ്റീരിയ ഉണ്ടാക്കി.
ഞങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മാറി വന്നതാണ് ശരിക്കും ആയുർവേദത്തിൽ നിന്നുള്ള പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ശരിക്കും വ്യക്തിപരമായ ചികിത്സ വരാതെ വ്യക്തിപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ ഒരു കോൺഫ്ലിക്റ്റാണിത്. ഈ കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ ആയുർവേദത്തിൻ്റെ ശാസ്ത്രം പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. അത് ഗവൺമെൻറ് തുടങ്ങി വയ്ക്കാതെ ഒരു നിവൃത്തിയുമില്ല. കാരണം നിങ്ങളും സാറും ഞാനും വേറെ വേറെ ആളുകളാണ്. ഈ വേറെ വേറെ ആളുകൾക്ക് ഒരേ കൂട്ടിൽ കയറ്റിക്കൂടാ, ഒരേ ഗ്രേഡിങ് ഇട്ടുകൂടാ, ഒരേ ശാസ്ത്ര സങ്കേതങ്ങൾ വെച്ച് ഡിഫൈൻ ചെയ്തുകൂടാ. ആ ഡിഫിനേഷൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആയുർവേദത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ആയുർവേദത്തിൻ്റെ ഇന്നുള്ള പ്രധാന പരിമിതികളിൽ ഒരെണ്ണം എന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത്, കാലത്തിനനുസരിച്ച് വ്യക്തികൾ മാറി, കഴിക്കുന്ന ഭക്ഷണം മാറി, നമ്മുടെ ജീവിതശൈലി മാറി, ഇതിനനുസരിച്ച് രോഗങ്ങളും മാറി. സാർ പറഞ്ഞു വന്ന അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഞാൻ പറഞ്ഞു അതല്ല സാർ. അതായത് നമുക്ക് ഒരാൾക്കൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് സമൂഹത്തിന് മൊത്തം അസുഖം ഉണ്ടാകുന്നുള്ളതിനനുസരിച്ച് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിക്കാൻ ആയുർവേദം ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു രോഗം എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാം. ആ കുറേ ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ബയോകെമിക്കലായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ രോഗി ആകുന്നില്ല. നിങ്ങളൊരു ബയോകെമിക്കൽ ഡീവിയേഷനുള്ള ആൾ മാത്രമാണ്. അവിടെ വെച്ച് നിങ്ങൾ രോഗിയല്ല. ആ രോഗി അല്ലെങ്കിൽ നിങ്ങളെ രോഗിയായിട്ട് ടാഗ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആയുർവേദത്തിന് അത് അനുസരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ പ്രമേഹം ഉണ്ടെന്ന് നിങ്ങളിങ്ങനെ പറയുക. പ്രമേഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കണ്ടമാനം മൂത്രമൊഴിഞ്ഞു പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് BMI നോക്കിയിട്ട് നിങ്ങളുടെ BMI 25 മേളിലാണ്. അപ്പം നിങ്ങൾ 25 മേളിലാണെങ്കിൽ എല്ലാവർക്കും 25 തന്നെയാണോ അതിൻ്റെ ആവറേജ്? അങ്ങനെയല്ലല്ലോ, അങ്ങനെ ആയിക്കൂടല്ലോ. അങ്ങനെ ആയിക്കൂടാത്തൊരവസ്ഥയിൽ ആധുനിക വൈദ്യശാസ്ത്രം കുറച്ച് വ്യാവസായിക, ശരിക്കും അതിനകത്തൊരു വ്യവസായം തന്നെയുണ്ട്. കാരണം ഈ പ്രോട്ടോകോൾ കുറച്ച് കൊണ്ടുവന്ന്, ഞാൻ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ആരെങ്കിലും എനിക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഈ പ്രോട്ടോകോൾ പലപ്പോഴും താഴ്ത്തിക്കൊണ്ടുവന്ന് അത് അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ഒരു അവസ്ഥയിൽ നിന്നും പലപ്പോഴും ഇത് താത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത് താത്തിക്കൊണ്ടുവന്ന് കൂടുതൽ ആളുകളെ രോഗിയുടെ ബെൽറ്റിലേക്ക് കൊണ്ടുവന്ന് അവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതൊരു ഇൻഡസ്ട്രിയായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത്, പുതിയ രോഗങ്ങൾ പുതിയ കാലത്തിനനുസരിച്ച് ഉണ്ടാവുന്നുണ്ട്. പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അതെ, ഞാൻ പറയട്ടെ, ശരീരം ഒന്ന് തന്നെയാണ്. ശരീരം വേദകാലത്തുള്ള ശരീരം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അന്നുണ്ടാകുന്ന രോഗങ്ങളുടെ പുതിയ പതിപ്പുകൾ ഉണ്ടാകുന്നു. ഇപ്പം ജ്വരം, പനി ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഇപ്പം ആ ജ്വരത്തിൻ്റെ പുതിയ വേർഷൻസ്, അതായത് പുതിയ വേർഷൻ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ പനി തന്നെയാണ് അല്ലേ? പനി നമ്മൾ എങ്ങനെയാണ് പനി മാറുന്നത്? എങ്ങനെ പനി മാറുന്നത്? അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ സാധനം പണ്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉണ്ട്. അതെ, ശരീരം എന്തുകൊണ്ട് ഒരു തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. പണ്ട് നമ്മൾ പല ആൻറ്റിബയോട്ടിക്സും നമുക്ക് റെസിസ്റ്റൻ്റ് അല്ലായിരുന്നു. എങ്ങനെയാണ് റെസിസ്റ്റൻ്റ് ആയത്? അമീബ പഠിച്ചതാണ് അല്ലേ? അപ്പം നമ്മൾ ശരിക്കും ശരീരം എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊലേഷനാണ്. അതല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ ഒരു കോടി അല്ലെങ്കിൽ 300 കോടി ബാക്ടീരിയ ചേർന്നാൽ ഒരു ശരീരമാകുമെങ്കിൽ നമ്മൾ മനുഷ്യൻ ആ ശരീരമാണ്. ആ ശരീരം പഠിച്ചെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് വരുന്ന പുതിയ കണ്ടീഷൻസ്, അതായത് നമ്മളിപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ HP താനെ ഇൻക്രീസ് ചെയ്യും. ശരീരം അത് ഡെവലപ്പ് ചെയ്തോളും. പക്ഷെ ആ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിന് പുതിയ ഡ്രഗ്സും പുതിയ കെമിക്കൽ ഡ്രഗ്സ് വീണ്ടും ശരീരത്തിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 1-2 ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ 1-2 ആളുകൾ പുതിയൊരു സാധനം വച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഉദാഹരണം കൊറോണയാണ്. കൊറോണ വളരെ എഫക്റ്റീവായിട്ട് ആരും ചികിത്സയല്ലോ. അതിനുമുമ്പ് ഡെങ്കു വന്നില്ലേ? ഡെങ്കുവിന് ആയുർവേദത്തിന് പുതിയ ഔഷധങ്ങളുണ്ടല്ലോ. അതിനു മുമ്പ് ചിക്കൻ ഗുനിയ വന്നില്ലേ? ചിക്കൻ ഗുനിയ വളരെ സമൃദ്ധമായിട്ട് നന്നായി ആയുർവേദം ചികിത്സിച്ചല്ലോ. അപ്പോൾ അതിനൊന്നും പ്രയാസമുള്ള കാര്യമല്ല അത്. ചിക്കൻ ഗുനിയ ആലപ്പുഴയാണ് ആദ്യം വന്നത്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ ഗുനിയ മാനേജ് ചെയ്യുന്നതിൽ അലോപ്പതി വൈദ്യശാസ്ത്രം വളരെ പിന്നോട്ട് പോവുകയും അതിന് മരുന്നില്ലെന്ന് പറയുകയും അതേസമയം ആയുർവേദ ഫെട്ടേണിറ്റി അത് ഏറ്റെടുക്കുകയും ആയുർവേദം വളരെ ഭംഗിയായി അതിനെ ചികിത്സിക്കുകയും ചെയ്തു. അതിന് ഇപ്പോഴും നമുക്കറിയാം, ചിക്കൻ ഗുനിയയുടെ ചികിത്സയിൽ അലോപ്പതി വൈദ്യശാസ്ത്രം ആദ്യ സമയത്ത് പിന്തുടർന്ന സ്റ്റിറോയിഡ്സൊക്കെ ഉപയോഗിച്ചവർക്കെല്ലാം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പിന്നീടുള്ള ഫലങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ചിക്കൻ ഗുനിയയെ ഏറ്റവും ഭംഗിയായി നേരിട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, പിന്നീടുള്ള പനികളുടെ സമയത്ത് ആദ്യമേ തന്നെ ഒരു പ്രഖ്യാപനം വരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഇതൊന്നും ചികിത്സ വേറെ ആരും വൈദ്യശാസ്ത്രങ്ങളൊന്നും തൊടാൻ പാടില്ല എന്ന്. നിപ്പയുടെ കാര്യത്തിൽ നോക്കാം, ഡെങ്കിൻ്റെ കാര്യത്തിൽ നോക്കാം, കോവിഡിൻ്റെ കാര്യത്തിൽ പോലും കോവിഡ് ആദ്യം മാനേജ് ചെയ്യുന്നതിന് സർക്കാർ അനുമതി നമുക്ക് തന്നിരുന്നില്ല ആയുർവേദ വിഭാഗത്തിന്. അതേസമയം ആയുർവേദം അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ കേരളത്തിനപ്പുറത്ത് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം ആയുർവേദം ഭംഗിയായി ഇതിനെ നേരിടുന്ന കണ്ടിട്ട് ആദ്യമായി ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി നിയമപരമായി
ആയുർവേദത്തിന് ചികിത്സിക്കാനുള്ള അനുമതി തന്നതും കേരള സർക്കാർ തന്നെയാണ്, അതും പറയണമല്ലോ. പക്ഷേ ആദ്യം തരാൻ വിമുഖത കാണിച്ചു. നിപ്പയുടെ കാര്യത്തിൽ നോക്കൂ, മറ്റാരും ചികിത്സിക്കരുത് എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ മറ്റ് ശാസ്ത്രങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും, ആയുർവേദത്തിന് പ്രത്യേകിച്ച് ചികിത്സിക്കാൻ പറ്റും. ആയുർവേദത്തിന് ചികിത്സിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ആ ചോദ്യത്തിലേക്ക് വരാം. പുതിയ രോഗങ്ങളുണ്ട് എങ്കിലും ആയുർവേദത്തിന് ഒരു തത്വശാസ്ത്രമുണ്ട്. അതിൻ്റെ ഒരു ബേസിലാണ് ആയുർവേദം ചികിത്സകളെല്ലാം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വാദം പിത്തം കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളിലൊന്നിയാണ്. ഈ ത്രിദോഷങ്ങളുടെ ഒരു ഇക്വിലിബ്രിയമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതും ആ ഇക്വിലിബ്രിയത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രകൃതി എന്ന് പറയും. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി എന്ന് പറഞ്ഞതിനെ, ആ പ്രകൃതി എന്ന് പറയും. പ്രകൃതിയിൽ നിന്ന് വികൃതമാകുന്നതാണ് വികൃതി, അതാണ് രോഗം. അപ്പോൾ എല്ലാ രോഗങ്ങളെ രണ്ടായിട്ടാണ് ആയുർവേദം തിരിച്ചിരിക്കുന്നത്. ഒന്ന് നിജമെന്നും രണ്ട് ആഗന്തു എന്നും. നിജം എന്ന് പറയുന്ന രോഗങ്ങളെല്ലാം തന്നെ വാതപിത്ത കഫങ്ങളുടെ, അതായത് ഈ ത്രിദോഷങ്ങളുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്ന ഇംബാലൻസിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളാണ്. ആഗന്തുജ രോഗങ്ങൾ അതായത് വിഷവായു, അഗ്നി ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതും രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്നു. പക്ഷേ രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്ന രോഗത്തിൽ പോലും എന്തെങ്കിലും ഈ സാധ്യത അവിടെ ഉണ്ടാവും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗം വരുന്നത്. ഈ ചിക്കൻ ഗുനിയ വന്ന സമയത്തും ഡെങ്കി വന്ന സമയത്തുമൊക്കെ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്തുമൊക്കെ വാക്സിൻ എടുക്കാത്ത ഒത്തിരി പേർക്കും കോവിഡ് വരാതെ ഇരുന്നു. വളരെ ചുരുക്കം പേർക്കേ കോവിഡ് വന്നുള്ളൂ. അതെന്ന് വെച്ചാൽ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്രതിരോധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഉണ്ടാകും. അതായത് വ്യാധിക്ഷമത എന്ന് പറയും ആയുർവേദത്തിൽ. ആ വ്യാധിക്ഷമത കുറയുന്ന സന്ദർഭങ്ങളിൽ രോഗങ്ങളുണ്ടാകും. ഈ വ്യാധിക്ഷമതയെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാലൻസിങ് സിസ്റ്റമായിട്ട് നമ്മുടെ ഒരു വാതപിത്ത കഫങ്ങളുടെ ബാലൻസ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിലോസഫിയിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളെയും കാണാൻ പറ്റും. അത് പുതിയതായാലും പഴയതായാലും. അതാണ് ആയുർവേദ ചികിത്സയുടെ ബേസിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗം എത്ര പുതിയതായിക്കോട്ടെ, രോഗം എത്ര പഴയതായിക്കോട്ടെ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഈ അർബുദം എന്ന് പറഞ്ഞ രോഗം, അർബുദം ആദ്യമായിട്ട് പറയുന്നത് ഒരുപക്ഷെ അഥർവവേദത്തിലാണ്. ആ വാക്കുപോലും അഥർവവേദത്തിൽ നിന്ന് വന്നതാണ്. അഥർവവേദത്തിൽ അർബുദം എന്ന് പറയുന്ന രോഗം ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഇപ്പോൾ രാമോഹൻ സാർ പറഞ്ഞ പോലെ ജ്വരം, പനി എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഉണ്ട്. പല രോഗങ്ങളും, പ്രമേഹം എന്ന് പറയുന്ന വളരെ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു രോഗമാണ്. പേര് തന്നെ പ്രമേഹം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രോഗമാണ്. അതിപ്പോഴും വാതരക്തം അടക്കമുള്ള എല്ലാ രോഗങ്ങളും. എനിക്ക് സംശയം, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ നേരിടാൻ ആയുർവേദത്തിന് പറ്റുന്നുണ്ടോ? ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, അതാണ് ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് വിഷയം. പണ്ടും ഫ്രാക്ചർ സർജറി എന്ന് പറഞ്ഞൊരു സാധനം ആയുർവേദത്തിലുണ്ടായിരുന്നു. ആയുർവേദത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇതിനേക്കാൾ ഒരുപക്ഷെ ക്രിട്ടിക്കലായിരുന്നു. മനുഷ്യനിപ്പോൾ കുറച്ചുകൂടെ ബോധവാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പഴയ പോലെ യുദ്ധങ്ങളില്ല, പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പെയ്ത്തും പ്രശ്നങ്ങളുമില്ല. പണ്ട് ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ക്രിട്ടിക്കാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുധാരണയുടെ പ്രശ്നമാണ് ഈ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതെന്ന് പറയുന്നത്. പലപ്പോഴും പല കണ്ടീഷൻസിനെ നമുക്ക് നേരിടാൻ സാധിക്കും. 100% എല്ലാത്തിനെയും എന്നല്ല. സ്വാഭാവികമായിട്ടും ടെക്നോളജിയാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷൻസിനെ, അതെ, ക്രിട്ടിക്കൽ കണ്ടീഷൻസിനെ നേരിടാൻ വൈദ്യമല്ല തയ്യാറാവുന്നത്, അത് ടെക്നോളജിയാണ്. ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്നൊരു ഓക്സിജൻ ലെവൽ കുറഞ്ഞു. ഓക്സിജൻ ലെവൽ നമ്മുടെ കുറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ. അവിടെ മരുന്നടിച്ചിട്ടല്ല, നമ്മൾ ഇൻഹേൽ ചെയ്താലൊന്നും ചിലപ്പോൾ നിൽക്കാത്ത അത്രയും നമ്മുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടേ? അപ്പം നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണം. വെറും ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ മതിയാവില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ ഹൈ ആയിട്ട് പ്രഷറിൽ ഒരു 5 mm ഇതുവരെ കൊടുക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോരാ, നമുക്ക് അതിനേക്കാൾ കൂടുതലുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണ്ടി വരും. അപ്പോഴും ടെക്നോളജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ആധുനിക വൈദ്യത്തെ ക്രിട്ടിക്കൽ കണ്ടീഷൻസിനെ നേരിടാൻ സാധിക്കുന്നത്. ഇത് ആയുർവേദത്തിന് സാധ്യമാണ്. ഈ ടെക്നോളജിയെ പലതിനെ ഇംബൈബ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 19 നൂറ്റാണ്ടിൽ എഴുതിയ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രം ആയുർവേദത്തിൽ മതി, അതിൻ്റെ പുതിയ ടെക്നോളജി വേണ്ടാന്ന് തീരുമാനിച്ചത് നമ്മളല്ല, പാർലമെൻറ്റാണ് തീരുമാനിച്ചത്. എന്തിനാ പാർലമെൻറ്റിനെ തടഞ്ഞിട്ടു? നമ്മളെ കാളവണ്ടി മാത്രം ഓടിച്ചാൽ മതി, വണ്ടി ഓടിക്കേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ തടഞ്ഞിട്ട് ഒരു വൈദ്യശാസ്ത്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ ടെക്നോളജി എന്തുകൊണ്ട് ഇംബൈബ് ചെയ്തുകൂടെ? എന്ത് ടെക്നോളജി ആയിക്കോട്ടെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നമ്മൾ രക്തം കഴിക്കാൻ പറയുന്നേക്കാളും നല്ലതാണ് കൊടുക്കാൻ പറയുന്നത്. ആ കൊടുക്കാൻ പറയുന്നത് ഉണ്ടായത് ആയുർവേദ ശാസ്ത്രങ്ങൾ എഴുതി 19ന് ശേഷമാണ് ഈ ടെക്നോളജി ഉണ്ടായത്. ഈ ടെക്നോളജി ആയുർവേദത്തിലേക്ക് ഇംബൈബ് ചെയ്യാനുള്ള നിയമപരമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത് ഓരോ ആയുർവേദ കോളേജിനും.
അത് തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് തരേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ് തരേണ്ടത്. അത് ഇൻവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആയുർവേദം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു മാസിനെ ചികിത്സിക്കാനുള്ള വൈദ്യശാസ്ത്രമല്ല, ഓരോരുത്തരും ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ടെക്നോളജി ഇംബൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. പക്ഷേ അത് സഹായിക്കില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം ഉപദ്രവിക്കുകയും ചെയ്യും. ഞാനതിൽ ഒരു കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ആയുർവേദത്തിൽ ഇപ്പം പറഞ്ഞത് തന്നെയാണ്, പക്ഷേ വേറെ തരത്തിൽ നമുക്ക് ഏതൊരു വൈദ്യശാസ്ത്രം ചികിത്സാശാസ്ത്രം എന്താണെങ്കിലും അതിനൊരു മുന്നോട്ടുള്ളൊരു ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ കാലത്തിനനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ആയുർവേദത്തിൽ വലിയ ഗവേഷണങ്ങളും നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ആയുർവേദത്തിൽ പല രീതിയിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 രീതിയിലാണ് നടക്കുക. ഒന്ന് ഒരു മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. വേറെ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയും. ആയുർവേദത്തിലൊരു മരുന്ന് പോലെ തന്നെയാണ് പ്രോട്ടോക്കോൾസും വരിക. 2 രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നോക്കുമ്പോൾ ആയുർ ജീനോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മനിയായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ത്രിദോഷം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിസർച്ച് ആയിരുന്നു. അതാണല്ലോ ഏറ്റവും ബേസിക്സ്. പലരും ചോദിക്കുന്നത് എന്താണെന്ന് ത്രിദോഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയുർ ജീനോമിക്സ് എന്ന് പറയുന്ന റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ IIT ഗുവാഹട്ടി ആയിട്ടും ഈ ആയുർ ജീനോമിക്സിൻ്റെ റിസർച്ച് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഡ്രഗ് റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ നൈപ്പർ പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഡ്രഗിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡ്രഗ്സിനും ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രോക്ക് വന്നാലോ ഒരു പാർക്കിൻസൺ വന്നാലോ കൊടുക്കുന്ന നമ്മളൊരു വെഹിക്കിൾ എന്ന് പറയും. നമ്മളിപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കഷായം കണ്ടിട്ടുണ്ടാവും, നെയ്യ് കണ്ടിട്ടുണ്ടാവും, ഗുളികകൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ വെഹിക്കിൾസാണ്. ഈ വെഹിക്കിൾസിലേക്ക് നമ്മൾ മോളിക്യൂൾസ് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ഓർഗനെ ഫിക്സ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ബ്രെയിനിലേക്ക് എത്തിക്കണമെങ്കിൽ ഏത് വേണം. അപ്പോൾ ആ ബേസ് നിലനിർത്തിക്കൊണ്ട് എനിക്ക് ബെറ്റർ മോളിക്യൂൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു ഡ്രഗ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വാലിഡേഷനാണ്. ഇപ്പോൾ ആയുർവേദം നിങ്ങൾ ചോദിക്കുന്നുണ്ടാകുമ്പോൾ എത്രത്തോളം ഇതിന് ഉപകാരപ്രദമാകും, നേരത്തെ പറഞ്ഞ പോലെ എമർജൻസിയിൽ ഉപകാരപ്രദമാകുമോ, എനിക്കതിനെ എങ്ങനെയാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുക. എനിക്കൊരു 100 പേഷ്യൻസിൽ കൊടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് കുറേ സമയമെടുത്ത് ചെയ്യേണ്ട റിസർച്ചാണ്. ഇപ്പോൾ ഞങ്ങളൊരു സ്ട്രോക്കിൻ്റെ റിസർച്ച് ഡിസൈൻ ചെയ്യാൻ തന്നെ ഒരു 6 months എടുത്തു. കാരണം അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആവണം, പേഷ്യൻ്റ് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്, പല രീതിയിൽ നടക്കുന്നുണ്ട്. ഡ്രഗ്സിൻ്റെ ആണെങ്കിൽ റിസർച്ച് കൊണ്ട് തന്നെ അതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒരു ചികിത്സയാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ റീസെൻ്റ് കൊളാബറേറ്റ് ചെയ്തത് ഒരു ബെയിലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടെക്സസിലത്തെ ഒരു ഡോക്ടറായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, മാഡം ഞങ്ങൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് എങ്ങനെ കമ്പാരിസൺ എങ്ങനെ പറ്റും? മാഡം ഞങ്ങളോട് ചോദിച്ചത് സർജറിക്ക് എന്താണ് നിങ്ങൾ കമ്പാരിസൺ വെച്ച് പ്രൂവ് ചെയ്യുന്നത് ചോദിച്ചു. പുതിയൊരു സർജറി ഡെവലപ്പ് ചെയ്യാണ്. സർജറി ചെയ്ത് നോക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, മറ്റ് സർജൻസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുന്നു. അതാണ് മാഡം പറഞ്ഞ പോലെ ഒന്നും പറ്റില്ല എന്നുള്ളതല്ല, റിസർച്ച് ഡിസൈൻസ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിപ്പോൾ എല്ലാം ഒരേ ഡിസൈനിൽ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. ചൈനീസ് മെഡിസിൻ ഇപ്പോൾ പല രീതിയിലും നല്ല രീതിയിൽ റിസർച്ച് നടക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ടല്ലോ, ലോകത്ത് പല ആക്സെപ്റ്റൻസും ഉണ്ട്. റിസർച്ച് മെത്തഡോളജി ആയിരുന്നു നമ്മൾക്കുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വേറൊന്ന്, ഞാനേ പണ്ട് കോട്ടക്കൽ ആയുർവേദശാലയുടെ സെൻറ്റിനറിയോ മറ്റോ അങ്ങനെ സമയത്ത് അന്ന് ഞങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ എഴുതിയിട്ടും. അതിൽ ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ഈ കുറച്ച് പ്രായമുള്ള ഒരാളാണ്, കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളാണ്. അയാൾ പിന്നെ ഈ കാട്ടിൽ പോയിട്ട് ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന ആളായിരുന്നു. അയാൾക്കറിയാം, അങ്ങനെ അവർ ആയുർവേദശാല അയാളെ ഉപയോഗിക്കുകയായിരുന്നു. കൊണ്ടുപോയിട്ട് അയാൾക്ക് ശമ്പളമൊക്കെ കൊടുത്തിട്ട് നല്ല പ്രായമുണ്ട്. അന്ന് ഞാൻ അയാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഒരു 70 വയസ്സിൻ്റെ മേലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അന്നുണ്ടായിരുന്നു, അന്നത്തെ കാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ നഗരവൽക്കരണവും കാര്യങ്ങളൊക്കെ ആയി, മരങ്ങൾ പോയി, അങ്ങനത്തെ കാട് പോയി. അപ്പോൾ ആ രോഗങ്ങളുണ്ട്, ആ മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കുകയും വേണം. ഇതിന് ആയുർവേദം എങ്ങനെയാണ് നേരിടുന്നത്? ഈ മരുന്നുൽപാദനം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം പച്ചമരുന്നുകൾ കണ്ടാൽ ചെടി കണ്ടാൽ തിരിച്ചറിയുന്ന എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിക്ക് എഫക്റ്റ് ആയത്. കാരണം സീനിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ജോലിക്ക് വരാതെയായി, പലരും നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കോവിഡിൻ്റെ ആ ഒരു പീക്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. ഫ്യൂച്ചറിൽ ഇൻഡസ്ട്രിക്ക് പ്രശ്നം ഉണ്ടാവാൻ നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗൂഗിൾ ലെൻസിൽ നമ്മളൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് പ്രൊഡക്റ്റാണെന്ന് തിരിച്ചറിയും. കാരണം ആ ഇമേജ് എവിടെയോ ഇൻ്റർനെറ്റിൽ കിടക്കുന്നുണ്ട്. സോ സെയിം ടെക്നോളജിയാണ് ഞങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളൊരു ചെടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം 100% ഒരിക്കലും സക്സസ് ആവില്ല, ഒരു 85% ആക്യുറസി എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചെടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഒരു സാധാരണക്കാരനൊരാൾ ഒരു വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറ്റുമോ ഈ ചെടി, ഇത് എന്ത് ചെടിയാണ്,
അതുപോലെ തന്നെയാണ് മരുന്ന് ഉൽപ്പാദന രംഗത്തും. നമ്മളിപ്പോൾ ഒരു കഷായം ഉണ്ടാക്കുകയാണ്, അതിലൊരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ്. നോർമലി ഒരു സീനിയർ ആയിട്ടുള്ള വൈദ്യൻ ഉണ്ടാവും, അദ്ദേഹം പറയും ഇത് ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സ്വാദ് നോക്കിയിട്ടും പറയും ഇത് ഉപയോഗിക്കാൻ പറ്റും, ദിസ് ഇസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയും. പക്ഷേ ഇന്ന് അങ്ങനത്തെ ആൾക്കാരും കുറഞ്ഞു വരികയാണ്. ഇതിനൊക്കെ പക്ഷേ സെൻസേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ നോസെന്നും ഈ ടങ്കെന്നും പറഞ്ഞിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. സെയിം ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിലെ റിസർച്ച് ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പല മേഖലകളിലും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ലെവലിൽ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. CCRISന് തന്നെ ഏതാണ്ട് 35ഓളം സെൻറ്ററുകളുണ്ട്. ഈ 35 സെൻറ്ററുകളിൽ നിന്നായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന എന്താ പറയുക റിസർച്ച് പേപ്പേഴ്സ് അതിൻ്റെ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആയുർവേദത്തിൽ എന്തുമാത്രം റിസർച്ച് നടക്കുന്നുണ്ടെന്ന്. ആയുർവേദത്തിൽ പല തലങ്ങളിൽ റിസർച്ച് നടക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഡ്രഗ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഡ്രഗിൻ്റെ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പല മരുന്നുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുർക്കുമിൻ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണല്ലേ കുർക്കുമിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതൊരു എന്താ പറയുക ആൻറ്റി ക്യാൻസറസ് ആണ്, അത് ആൻറ്റി പൈററ്റിക് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് അതിൻ്റെ ഡ്രഗിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്തുവരെ എന്ന് പറയാൻ ഡിഫൈൻ ചെയ്യുന്ന തരത്തിലേക്ക് ആയുർവേദ റിസർച്ച് മാറിയിട്ടുണ്ട്. അതായത് ഡ്രഗിൻ്റെ മോഡ് ഓഫ് ആക്ഷനെ ആധുനിക തലത്തിൽ പറയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഡ്രഗ്, നമുക്ക് കുർക്കുമിൻ മാത്രമല്ല, അശ്വഗന്ധ എടുത്ത് നോക്കൂ, അതുപോലെ ബോസോലിയ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഗുഗ്ഗുലും എടുത്ത് നോക്കൂ. ഇതിനകത്തെല്ലാം റിസർച്ചുകൾ ഒത്തിരി പേപ്പറുകൾ ലോകമെമ്പാടും തന്നെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാം, ഞങ്ങളുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു സഹസ്രയോഗം എന്നാണ്. ആ സഹസ്രയോഗത്തിലെ ഒരു യോഗം ഏതാണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു യോഗം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ചിലപ്പോൾ 5-6 രോഗങ്ങൾക്ക് കൊടുക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരു നൂറ്റാണ്ടിലൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഈ പറയുന്ന പോലെ റിസർച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ടൈം എന്ന് പറയുന്ന ഒരു ടൈം ഫാക്ടർ ഭയങ്കരമായിട്ട് വേണം. അതിൻ്റെ മണി മാറ്റേഴ്സ് എന്ന് മാത്രമല്ല, ഇത് ആര് റിസർച്ച് ചെയ്യണം, റിസർച്ച് ചെയ്യേണ്ടത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിരിക്കണം. റിസർച്ച് ഒരിക്കലും ഒരു വൈദ്യൻ്റെ മാത്രം ജോലിയല്ല, വൈദ്യനെ ഇവിടെ മുഴുവൻ റിസർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതും നടക്കില്ല. അപ്പം ഇപ്പം പറഞ്ഞു വന്ന കാര്യം ഒരു ഡ്രഗിൻ്റെ കാര്യം, ഇപ്പം നമുക്ക് കൃഷ്ണൻ പറഞ്ഞു നമുക്കൊരു ഗൂഗിൾ ലെൻസ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഇമേജ് ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ലീഫ് ഇമേജ് ഡാറ്റാ സെറ്റിനകത്തൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 95% അപ് ടു ആക്യുറസി, ഒരു 95% ആക്യുറസിയിൽ ഒരു ലീഫിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ റിസർച്ച് ആയുർവേദത്തിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഓരോരോ ബയോളജിക്കലായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള റിസർച്ച് നടന്നിട്ട് ഒരു DNA ഡാറ്റാബേസ്, ആയുർവേദ ഡ്രഗ്സിൻ്റെ DNA ഡാറ്റാബേസ്, ഒരു നാഷണൽ റിപ്പോസിറ്ററി ഓഫ് റോ ഡ്രഗ് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നാഷണൽ റോ ഡ്രഗ് റിപ്പോസിറ്ററി. അതിന് NMPBയുടെ കീഴിൽ, അതായത് നാഷണൽ മെഡിസിൻ പ്ലാൻ ബോർഡിൻ്റെ കീഴിലായിട്ട് നമുക്ക് ഏതാണ്ട് ഒരു 75 പെരിഫറൽ സെൻറ്റേഴ്സ് ഉണ്ട്, കേരളമടക്കം 75 പെരിഫറൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഏതാണ്ട് 5ഓളം മെയിൻ സെൻറ്റേഴ്സ് ഉണ്ട്. CCRISൻ്റെ ബാക്കി സെൻറ്ററുകളെല്ലാം ഈ സെൻറ്ററുകളാണ്. അവിടെയൊക്കെ തന്നെ നമുക്ക് ഈ നമ്മുടെ റോ ഡ്രഗ്സിൻ്റെ, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന റോ ഡ്രഗ്സിൻ്റെ മോണോഗ്രാഫുകൾ കിട്ടും, നമുക്കതിൻ്റെ ഹെർബേറിയം കിട്ടും, ഈ പറഞ്ഞ പോലെ DNA ഡാറ്റാബേസ് കിട്ടും, സ്പെക്ട്രോസ്കോപ്പിക് ഇമേജസിൻ്റെ സ്പെക്ട്രോസ്കോപ്പി, അതായത് വിവിധതരം TLC അതുപോലെ SPTLC എല്ലാം അതിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് റോ ഡ്രഗ്സിൻ്റെ എന്താ പറയുക റോ ഡ്രഗ്സ് അവൈലബിലിറ്റി, അതിൻ്റെ കളക്ഷൻ ടൈം, ഇനിയിപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുക നേരത്തെ പറഞ്ഞ പോലെ കാട്ടിൽ നടക്കുന്ന മരുന്ന് പറിക്കാൻ നടക്കുന്ന ആൾക്കാരെ അല്ല, മറിച്ച് നേരത്തെ കൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കയ്യിലെ ഒരു ഫോണും കൊണ്ട് ഇത് ഡ്രഗ് ഇന്നതാണ് എന്ന് അതിൻ്റെ അപ് ടു 95% ആക്യുറസിയിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മരുന്നുകൾ ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. മരുന്നുകൾ ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കരിക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ റോഡിലൊക്കെ. നമ്മുടെ നാട്ടിൽ എത്ര തെങ്ങുണ്ട്? നമ്മുടെ നാട്ടിൽ എത്ര തെങ്ങുണ്ട്? പക്ഷേ കരിക്ക് നമ്മളുടെ നാട്ടിലെ തെങ്ങിനേക്കാൾ കൂടുതൽ നാട്ടിൽ കാണാൻ കിട്ടും അല്ലേ? എന്തുകൊണ്ടാണ്? ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ല, വേണ്ടടുത്തുനിന്ന് അത് ഡെവലപ്പ് ചെയ്യും, വേണ്ടടുത്തുനിന്ന് അത് വരും, ഒരു സംശയം വേണ്ട. പണ്ട് മുതലേ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഗുഗ്ഗുലു എന്ന് പറഞ്ഞ സാധനം ഇവിടെ കേരളത്തിലൊന്നും ഉണ്ടാകുന്ന സാധനമല്ല. ഗുഗ്ഗുലുത്തം കഷായം ഈ കേരളത്തിൽ ഉപയോഗിക്കുന്ന അത്രയും വേറെ എങ്ങും ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. കൈശോര ഗുഗ്ഗുലു എന്ന് പറഞ്ഞ ഗുളികയുണ്ട്, യോഗരാജ ഗുഗ്ഗുലു എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. ഈ ഗുഗ്ഗുലു എല്ലാം വരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്.
ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ നല്ലൊരു കേന്ദ്രമാണ് ഗുഗുലുവിൻ്റെ. ഇത് നമ്മൾ പറയാറില്ലേ നമ്മുടെ നാട്ടിൽ ഈ ഷാരിബ എന്ന് വെച്ചാൽ നറുനണ്ടി ഇവിടെ നാട്ടിൽ നറുനണ്ടി എല്ലാവരും നറുനണ്ടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ലേ? നറുനണ്ടി സർബത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ലേ? ഈ നറുനണ്ടി എവിടെ നിന്നാണ് വരുന്നത്? നറുനണ്ടി വരുന്ന ബംഗാളിൽ നിന്നാണ്. അപ്പോൾ ഈ ബോംബെ നറുനണ്ടി, ബംഗാളി നറുനണ്ടി ഉണ്ട്. കൃഷ്ണൻ ഇതൊക്കെ നന്നായിട്ട് അറിയായിരിക്കും, അവിടെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം വരേണ്ടടുത്തുനിന്ന് വരും. കാര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് ഓരോ മരുന്നുകളും നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ കുറുന്തോട്ടിയെ പറ്റി ഒരു ചർച്ച ഉണ്ടായിരുന്നത്. കുറുന്തോട്ടി ഇല്ലാതായാൽ ആയുർവേദം നശിച്ചു പോകും അല്ലേ? കുറുന്തോട്ടി ഇല്ലാത്ത ആയുർവേദം ഇല്ലല്ലോ അല്ലേ? കുറുന്തോട്ടി ഇല്ലാത്ത കഷായം ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ തന്നല്ലേ, മറ്റത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോടിക്കണക്കിന് കുറച്ച് സ്ഥലമേ ഉള്ളൂ, എത്ര ഏതാണ്ട് 10 ഏക്കറോ എങ്ങാണ്ട് ഒരു പഞ്ചായത്തിൽ കൃഷി നടത്തുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സിഡയുടെ ഉൽപ്പാദനമാണ് നടക്കുന്നത്. അതായത് എന്തായാലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി സാധനം ഉണ്ടാവും, അത് വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. അങ്ങനെ മരുന്ന് തീർന്നു പോകും എന്ന് പേടിക്കേണ്ട, മരുന്നുകൾ ഉണ്ടാകും, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം സർക്കാർ തലത്തിൽ ഇത്തരം വേറൊരു ആസ്പെക്ട് സാറ് നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ ഈ പഞ്ചകർമ്മയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഒരു സംഗതി. ഇപ്പം ഈ പഞ്ചകർമ്മയിൽ തന്നെ ഒരുപാട് എന്താ പറയുക തട്ടിപ്പുകൾ നടക്കുന്നില്ലേ? കേൾക്കണ്ടോ? പഞ്ചകർമ്മയിൽ തന്നെ ഒരുപാട് വ്യാജ കാര്യങ്ങളും ഒറിജിനൽ ഇത് എത്രത്തോളം ഇന്ന് കേരളത്തിൽ വ്യാപകമാണ്? പറയണോ? പറഞ്ഞോളൂ. ഈ പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ 5 കർമ്മങ്ങളുടെ ഒരു കോർഡിനേഷനാണ്. അത് ചെയ്യേണ്ടത് ഒരാളുടെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദം ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കുറേയേറെ ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമേ അല്ല. കാരണം അത് ഒരാളെ കണ്ട് അയാൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഉഷ്ണത്വമുണ്ട്, അയാൾക്കൊരു പുകച്ചിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് വേറെയാണ്. അയാൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ കൊടുക്കുന്ന മരുന്ന് വേറെയാണ്. വിശപ്പ് കുറവുണ്ടെങ്കിൽ കൊടുക്കുന്ന മരുന്ന് വേറെയാണ്. ഇതെല്ലാം മെറ്റ്ഫോമിൻ പോലെ മരുന്ന് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഒറ്റ മരുന്നല്ല. അതുകൊണ്ട് തന്നെയാണ് റിസർച്ചിന് പലപ്പോഴും ആയുർവേദത്തിന് അതിൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ ആയുർവേദത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികൾ നടക്കുന്ന റിസർച്ച് എന്ന് പറയുന്ന വൈദ്യൻ്റെ മനസ്സിൽ നടക്കുന്നത്. കൃത്യമായ ഒരു വൈദ്യന്, ആയുർവേദം അറിയാവുന്ന ഒരു വൈദ്യന് അയാളുടെ മനസ്സിൽ നടക്കുന്ന റിസർച്ച് വെച്ച് ആ രോഗിക്ക് വേണ്ട മരുന്നുകൾ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മളൊരു കണക്ക് തരുന്നു, സാറിനൊരു കണക്ക് തരുന്നു, കണക്ക് തരുന്ന 10 കണക്ക് സാർമാർക്ക് കൊടുത്താൽ 10 തരത്തിലായിരിക്കും ചെയ്യുന്നത്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതായത് അതൊരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അതായത് 40 മരുന്നിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒരാൾ ഉണ്ടാക്കിയെടുത്തു, ചിലപ്പോൾ അത് 5 ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. 5 മരുന്നിൻ്റെ ഒരു ഡിഡക്ഷനായിട്ട് അടുത്ത ആൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ 2 വൈദ്യന്മാർ ഒരുമിച്ച് ചികിത്സിച്ചാൽ 2 തരത്തിൽ ചികിത്സിക്കുകയും ചെയ്യും, 2 എഫക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഈ ഒരു സംവിധാനം കൃത്യമായിട്ട് പോകാതിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടാണ്. ഈ പ്രോട്ടോകോൾ ബിൽഡപ്പ് ചെയ്യുന്നത് അനുസരിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ മേഖലയിൽ നിന്ന് വെളിയിലാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടോകോൾ ഉണ്ടാക്കിയെടുത്താണ് പിന്നെ കൃത്യമായിട്ട് പഞ്ചകർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പക്ഷേങ്കിൽ ഗവൺമെൻറ് മാസേജ് സെൻറ്റേഴ്സിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ നിർബന്ധമായിട്ട് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, നമ്മളല്ല ചെയ്യേണ്ടത്. ഗവൺമെൻറ് നിരോധിക്കണം. ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരാൾ പഞ്ചകർമ്മം ചെയ്തുകൂടാന്ന്, അത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രസൻസ് ഇല്ലാതെ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നില്ല, പ്രസൻസ് ഇല്ലാതെ പഞ്ചകർമ്മം ചെയ്തതെന്ന് റെസ്ട്രിക്ട് ചെയ്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അത് അങ്ങനെ നിയമം ഉണ്ടാവണം. ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഈ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിപ്പം പഞ്ചകർമ്മം എന്ന് പറഞ്ഞപ്പം എല്ലാവരുടെയും മനസ്സിലൊരു പടം വന്നില്ലേ? ഒരു സായിപ്പ് മലന്ന് കിടക്കുന്നു, അയാളുടെ വേഗത്ത് ഇട്ട് തിരുമുന്നു. എല്ലാവരുടെയും മനസ്സിൽ പടം വന്നില്ലേ? പഞ്ചകർമ്മം ഇതല്ല. ബേസിക്കലി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഞ്ചകർമ്മങ്ങൾ ശരിക്കും പറഞ്ഞാൽ വമനം, വിരേചനം, വസ്തി, നസ്യം, ഇങ്ങനെ 5 കർമ്മങ്ങളാണ്. ഈ 5 കർമ്മങ്ങൾ ശോധനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തെ ദോഷങ്ങളെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മങ്ങളെ ചെയ്യുന്നതിന് പൂർവ്വകർമ്മങ്ങൾ, പ്രധാന കർമ്മങ്ങൾ, പശ്ചാത് കർമ്മങ്ങൾ എന്നിങ്ങനെ 3 തരം ഇതുണ്ട്. അതായത് നമ്മളിപ്പോൾ സർജറി ചെയ്യാൻ പോവുകയാണെങ്കിൽ സർജറി പ്രീ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സർജറി പ്രധാന പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സർജിക്കൽ വാർഡിലേക്ക് നമ്മൾ മാറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ സാധാരണ സർജറി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതേപോലെയുള്ള അതായത് പൂർവ്വകർമ്മങ്ങളുണ്ട്. ഈ പൂർവ്വകർമ്മങ്ങളാണ് ഈ കിഴികളും ധാരയും എല്ലാം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ പൂർവ്വകർമ്മത്തെ പഞ്ചകർമ്മം ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും ധരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെറ്റും. പഞ്ചകർമ്മം അതല്ല. പഞ്ചകർമ്മം ഈ പൂർവ്വകർമ്മങ്ങൾക്ക് ശേഷം ചെയ്യേണ്ട ശോധനയാണ്, ഡീടോക്സിഫിക്കേഷനാണ്. ശരിക്കും ആ ഡീടോക്സിഫിക്കേഷനിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വിലിബ്രിയം, ദോഷങ്ങളുടെ ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
അപ്പം അത് ചെയ്യാതെ വെറുതെ മസാജ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വെറുതെ മസാജ് സെൻ്ററുകൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മം തെറ്റായി ചെയ്താൽ അതിന് വിരുദ്ധ ഫലം ഉണ്ടാക്കും. അല്ല, പഞ്ചകർമ്മം ചെയ്യാത്തതുകൊണ്ട് ആ കുഴപ്പമില്ല, പൂർവകർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ ശരീരത്തെ ടോക്സിൻസ് എല്ലാം അവിടെ തന്നെ നിൽക്കും എന്നുള്ളതേ ഉള്ളൂ, എങ്കിലും പുറത്തു പോകത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത് അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇപ്പോൾ ഉഷ്ണം വേണ്ട ഒരാൾക്ക് ഒരു പ്രത്യേകിച്ച് മഴക്കാലത്ത് നവരയിട് കാണുന്ന വിചാരിച്ചുള്ളൂ, ഉറപ്പായിട്ടും അതൊക്കെ അസുഖമാകും. അത് ചെയ്തുകൂടാ. അത്തരം കണ്ടീഷൻസ് നമ്മൾ മെഡിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു CKD, ഒരു കിഡ്നി ഫംഗ്ഷൻ മോശമായിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ഞാൻ പഞ്ചകർമ്മം ചെയ്യാൻ പാടില്ല, ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല, കാരണം വാട്ടർ ഇൻടേക്കിന് പ്രശ്നം ഉണ്ടാവും, കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് പ്രശ്നം ഉണ്ടാവും. സോ പഞ്ചകർമ്മം എന്ന് പറയുന്നത് വളരെ നമ്മൾ മിനിമലിസ്റ്റിക് ആയിട്ട് ഇൻ്റർവെൻഷൻ വരുള്ളൂ, അത് കുറേ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പഞ്ചകർമ്മം ഇപ്പോൾ ഈ ഒരു ടൂറിസം രംഗത്ത് വേറെ രീതിയിലാണ് ചില ഫോറിൻ പേഷ്യൻസ് വരുമ്പോൾ പറയും ഇത് പഞ്ചകർമ്മം അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് സംശയം നമ്മൾ പഠിച്ചത് പഞ്ചകർമ്മം അല്ലേ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഈ ഒഴിച്ചിൽ ഫോട്ടോ കണ്ടതിൻ്റെ മാത്രം പ്രശ്നമാണ്. പിന്നെ ഇതിന് വേണ്ടത് ശരിക്കും എഡ്യൂക്കേഷനാണ്. ആയുർവേദം എന്താണ്, ആയുർവേദ ശാസ്ത്രം എന്താണ് എന്നുള്ളത് ശരിക്കും 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങണം, ആളെ പഠിപ്പിച്ചു തുടങ്ങണം. കാര്യം ഇത് വളരെ യുണീക്കായ ഒരു സയൻസാണ്, ലോകം മുഴുവൻ കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനൊരു വ്യവസായം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം വളരെ മുന്നോട്ട് പോയി. അതൊരു ശരിക്കും വ്യവസായമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മെറ്റ്ഫോമിൻ ഉണ്ടാക്കിയെടുക്കാവുന്നതുപോലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല ആയുർവേദ ഔഷധം. അതൊരു വൈദ്യൻ ഒരു രോഗിക്ക് വേണ്ടി എടുത്ത് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സാധാരണ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ 47 തൊട്ട് പറയുകയാണ് ഇത് ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ കഴിഞ്ഞ വർഷം മാത്രമാണ് ഇത് അതിൻ്റെ അത്യാവശ്യം ബേസെങ്കിലും എന്താണ് ശരീരത്തിൻ്റെ ബേസ് എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്. ഈ പഠിപ്പിച്ചു തുടങ്ങി അത് അങ്ങനെ ആയുർവേദം പഠിക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് മറ്റേ ജർമ്മനിയിലോ സ്പെയിനിലോ പഠിച്ചിട്ട് ആൾ ഇങ്ങോട്ട് വരുന്ന ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതല്ല വേണ്ടത്. നമ്മുടെ ബേസിക്കൽ കരിക്കുലത്തിൽ ഹെൽത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആയുർവേദം പഠിപ്പിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. കാര്യം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തനാണ്. നിങ്ങൾക്ക് 300 കോടി സെല്ലുണ്ട്, 300 കോടി തന്നെ ജീൻസ് ഉണ്ട്, നിങ്ങളുടെ കൈരേഖ വ്യത്യസ്തമാണ്, നിങ്ങളുടെ ഐറിസ് വ്യത്യസ്തമാണ്, പക്ഷേ മരുന്ന് മാത്രം ഒന്നാണ്. ഇത് ശരിയാവില്ല, ആ ഒരു കാരണം ശരിയാവില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ല, പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പഠനം ഉണ്ടായിരുന്നു. നമുക്ക് 5ാം ക്ലാസ്സിൽ, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ 5ാം ക്ലാസ്സിലെ ഹിന്ദി ടെസ്റ്റിനകത്ത് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ബഡേ സവേരെ വിടോ ഹാത്ത് മുഹുദോ ടട്ടി ജാവോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദമായിരുന്നു. ആയുർവേദത്തിലെ ദിനചര്യ എന്ന് പറഞ്ഞ ഒരു ഭാഗം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞല്ലേ സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞ സാധനം. ശരിക്കും നമ്മുടെ ജീവിതശൈലി ഇന്നിപ്പോൾ പറയുന്നില്ലേ, ഏതാണ്ട് ഒരു 60% രോഗങ്ങൾ, മരണകാരണമാകുന്ന രോഗങ്ങൾ, പണ്ടൊക്കെ ഇത് എപ്പിഡമിക്സ് ആയിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ടൊരു മരണകാരണമാകുന്ന രോഗങ്ങളിൽ ഒരു 60 to 70% ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി എന്ന് പഠിപ്പിക്കാതിരിക്കലാണ് സാറ് നേരത്തെ പറഞ്ഞ വ്യവസായം വരുന്നത്. അതിനകത്തെ വ്യാവസായിക കണ്ണെന്ന് പറയുന്നത് ഈ ജീവിതശൈലി എന്തെന്ന് പറയത്തില്ല, എന്തെന്ന് നിങ്ങളെ പഠിപ്പിക്കില്ല. നിങ്ങളെ എപ്പോഴാണ് ഇത് പഠിപ്പിക്കണ്ടേ? പൂർവ്വവയസ്സി മധ്യവ വേണം, കൊച്ചിലെ തന്നെ പഠിപ്പിക്കണം. കൊച്ചിലെ തന്നെ നിങ്ങളോട് ഇത് പറഞ്ഞു തരണം, ഇതാണ് നിങ്ങളുടെ ജീവിതശൈലി. ഇന്ന് എത്ര പേര് രാവിലെ എണീക്കുന്നുണ്ടെന്നൊന്ന് നോക്കിയാൽ മതി. എത്ര കുട്ടികൾ, നമ്മുടെ കുട്ടികളെ ഒന്ന് എടുത്തു നോക്കൂ, എത്ര കുട്ടികളെ നമ്മൾ രാവിലെ എണീക്കാൻ നിർബന്ധിക്കാറുണ്ട്, രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ നിർബന്ധിക്കാറുണ്ട്, കുളിക്കാൻ നിർബന്ധിക്കാറുണ്ട്. പെൺകുട്ടികൾ ആരും കുളിച്ചിട്ടല്ല സ്കൂളിൽ പോകുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൺകുട്ടികളെ കുളിച്ചിട്ട് പോകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ മുടി കെട്ടാൻ മേലെന്ന് പറയുന്നത്, സ്കൂളിൽ പോലും മുടി കെട്ടാൻ വേണ്ടിയിട്ട് കുളിക്കാതെ വരണം എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കുളിച്ചിട്ട് പോകുന്ന കുട്ടികളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റെ അടുത്ത് പറയേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ശരിക്കുള്ള ജീവിതശൈലി നമ്മുടെ കുട്ടിക്കാലത്തിലെ നമുക്ക് പാകി തരേണ്ടതാണ്. ഈ ജീവിതശൈലി നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആയുർവേദമാണ്. നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു 10 വർഷം മുമ്പേ നമ്മുടെ ലോകം അല്ലെങ്കിൽ കേരളം ഒരു വലിയ മാതൃകയായിരുന്നു, ആരോഗ്യത്തിൻ്റെ മാതൃകയായിരുന്നു. ഇപ്പം പക്ഷേ നമ്മളത് പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് ഇങ്ങനെ, നമ്മൾ പല സൂചികകളിലും നമ്മൾ മുന്നിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിയമസഭയിൽ ചർച്ച വന്നതാണ്, നമ്മൾ ജനന നിരക്ക്, ശിശുമരണ നിരക്ക്, അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു. അപ്പം ഈ നിരക്കുകളിലെല്ലാം നമ്മൾ മുമ്പിലായിട്ടും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ വളരെ പുറകിലാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൺസെപ്റ്റിന്റെ പ്രശ്നം കൂടെയാണ്. കഴിഞ്ഞ ദിവസം മറ്റേ തിരുവല്ലയിൽ കൂടെ വന്നപ്പം അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നത് ആരോഗ്യ നഗരിന്ന്. ഞാൻ വിചാരിച്ചത് എന്തിനാ ഈ ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മനസ്സിലായി അവിടെ 5 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. 5 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇതാണോ നമ്മുടെ ആരോഗ്യം? അപ്പോൾ കുറേ ആശുപത്രികൾ ഉണ്ടാകുന്നതല്ല ആരോഗ്യം, മറിച്ച്
നമുക്ക് രോഗം ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാവുന്നതാണ് ആരോഗ്യം. അതെ അതെ, രോഗം ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമല്ലോ, രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. അപ്പം ആരോഗ്യത്തെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റ് അത് കുട്ടിക്കാലത്തിലെ നമ്മളിലേക്ക് പകർന്നു വെക്കേണ്ടതാണ്. അത് പഠിപ്പിക്കാഴിക എന്ന് വെച്ചാൽ ആയുർവേദം പഠിപ്പിക്കാഴിക എന്ന് ഞാൻ പറയും. അതാണ് നമ്മൾക്കെല്ലാം പറ്റിയിരിക്കുന്ന പ്രശ്നം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് നമുക്ക് അകന്നു പോയത്, നമ്മുടെ ഈ ആരോഗ്യ മോഡലിൽ നിന്ന് നമ്മൾ അകന്നു പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു കാണാച്ചരട് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ചിരുന്നു, എണ്ണ തേക്കുന്നുണ്ടായിരുന്നു. അഭ്യംഗമാചരേ നിത്യം എന്ന് ആയുർവേദം പറയും. എണ്ണ തേച്ച് കുളിക്കുന്ന എത്ര പേരുണ്ട് അല്ലേ? എണ്ണ തേച്ച് രാവിലെ എണീക്കുക, പല്ല് തേക്കുക, എണ്ണ തേച്ച് കുളിക്കുക, ചെറിയ രീതിയിലെങ്കിലും നടന്ന് അമ്പലത്തിൽ പോയി ഒന്ന് ചുറ്റും തൊഴുത് വന്ന് ചെറിയ വ്യായാമം ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, ഇത്രയും മിനിമം കാര്യങ്ങൾ നമ്മുടെ ആയുർവേദ സ്വസ്ഥവൃത്തം പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി നമ്മൾ കൊണ്ടു നടന്നിരുന്നു. അത് മാറിപ്പോയതോടുകൂടി നമ്മൾ രോഗാതുരത, ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ മറ്റ് ഇൻഡെക്സുകളിലെല്ലാം നമ്മൾ മുന്നിലായതുപോലെ രോഗാതുരതയുടെ ഇൻഡെക്സും മോർബിഡിറ്റി റേറ്റ് എന്ന് പറയും, മോർബിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയും, അതിലും നമ്മൾ ഭയങ്കര മുന്നിലാണ്. അതുകൊണ്ടാണ് കേരളത്തിന് ഇപ്പോൾ ആ മാതൃക നഷ്ടപ്പെട്ടത്. അതിന് ആയുർവേദം, നേരത്തെ സാറ് പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേ ആയുർവേദ സ്വസ്ഥവൃത്തം പഠിപ്പിക്കണം. എങ്കിൽ എന്താണ് ശരിക്കും, ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നില്ല എന്താ ജീവിതശൈലി എന്ന്, ആരും പറഞ്ഞു തരാറുമില്ല. എല്ലാവർക്കും കുറച്ചറിയാവുന്ന നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഉറക്കം വേണം, ഇങ്ങനെ. അതല്ലാതെ ഒരു നല്ല ജീവിതശൈലി എന്താണെന്ന് നമ്മൾ കുട്ടിക്കാലം വരെ പഠിപ്പിക്കും. ഒരു കൺക്ലൂഷൻ, എൻ്റെ ഭാഗത്തു നിന്നുള്ള കൺക്ലൂഷൻ ഞാൻ ചോദിക്കുന്നത്, നമ്മളെല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ എന്തായാലും ഒരു അലോപ്പതി എന്ന് പറഞ്ഞൊരു വേറൊരു വിഭാഗം ഉണ്ടല്ലോ. ഈ അലോപ്പതി എവിടെ നിൽക്കണം, ആയുർവേദം എവിടെ നിൽക്കണം, ഇതിപ്പോഴും ഇതിൻ്റെ അടി തീർന്നിട്ടില്ല. അലോപ്പതിക്കാർ ആയുർവേദമാണ് ശരിയാന്ന് പറയും, ഇത് തിരിച്ചും പറയും. എവിടെയാണ് അലോപ്പതിയും ആയുർവേദവും നിൽക്കേണ്ടത്? എൻ്റെ ഭാര്യ അലോപ്പതി ഡോക്ടറാണ്, മക്കൾ രണ്ടുപേരും അലോപ്പതി ഡോക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 40 വർഷമായിട്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ വീട്ടിലല്ലേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദമായിട്ട് പോകുന്നുണ്ട്. ഈ വെളിയിൽ പുറത്തിറങ്ങിയ ഫുൾ അടിയാണ്. പുറത്തിറങ്ങി പരിപാടിക്കൊക്കെ പോകാറുണ്ട്, രാത്രി ഭയങ്കര ചീത്തയാണ് ആയുർവേദം. അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് സാറേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് അലോപ്പതി. അത് നമുക്ക് ഇംബൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ആയുർവേദത്തിന് അത് സമ്മതിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ആൾക്ക് അവരുടെ പ്രോട്ടോക്കോൾ വെച്ച് ചികിത്സിച്ച് മാറുന്നില്ല എങ്കിൽ, അലോപ്പതി പ്രോട്ടോക്കോൾ ചികിത്സിച്ച് മാറുന്നില്ലെങ്കിൽ അവരെ ആയുർവേദത്തിന് റെഫർ ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഒരു അലോപ്പതി ഡോക്ടർക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ഇത് പ്രശ്നം എന്ന് വെച്ചാൽ, ഡയബറ്റീസ് വന്നു, നിങ്ങൾ കുറേ മരുന്ന് കൊടുത്തു, 2 മരുന്ന് കൊടുത്തു, 3 മരുന്ന് കൊടുത്തു, 4 മരുന്ന് കൊടുത്തു, മാറുന്നില്ല, എന്ത് ചെയ്യും? അപ്പം നിങ്ങൾക്ക് ആയുർവേദത്തിൽ കൊണ്ടാവല്ലോ. തിരിച്ച് റൊമറ്റോയിഡ് വന്നു, ആ സന്ധിവാദം, മാമവാദം എന്ന് പറയുന്ന സാധനം, ഇത് വന്നു. അവർക്കൊരു മെതോട്രെക്സേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഉണ്ട്, ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ഒരു 6 മാസം ചികിത്സിച്ച് ഇത് മാറുന്നില്ല, പിന്നെ പേഷ്യൻ്റ് വഷളാകുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഇഞ്ചക്ഷനിലേക്ക് മാറ്റാതെ നിങ്ങൾക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചുകൂടെ? ഞങ്ങൾ സ്ഥിരം വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 1-1.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷന് പകരം ഒരു 6 ദിവസം 7 ദിവസം ആശുപത്രി കിടത്തി അഡ്മിറ്റ് ചെയ്ത് ധാരയിട്ടാൽ മാറുന്ന സാധനമാണ്. അവിടെയാണിത് പിന്നെ പുതിയ ഡ്രഗ്സ് ഇങ്ങനെ പരീക്ഷിച്ച് വരുന്നത്. അങ്ങനെ ഇപ്പോൾ മൈഗ്രെയിൻ വന്നു, സാറിന് മൈഗ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ തലവേദന വന്നു, ഒരു മാസം ചികിത്സിക്കാം. ഈ 1 മാസം ചികിത്സിച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ഒരു സിദ്ധാന്തം കൊണ്ട് എങ്ങനെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഒരുപക്ഷെ വയറിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ വേറെ അയാൾക്കുള്ള മാനസിക പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അത് ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അയാൾക്കൊരു 2 ദിവസം ധ്യാനം പ്രാക്ടീസ് ചെയ്ത് പോകും, ജീവിതകാലം മുഴുവൻ വരാത്തത് പോകും. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള അലോപ്പതിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് വേണം. അലോപ്പതി ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്താൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആയുർവേദത്തിലോട് വന്നൊരു കാര്യമൊന്നുമില്ല. അതിന് ടെക്നോളജി സപ്പോർട്ട് വേണം. അത് ചെയ്യാൻ ചുരുങ്ങിയ വർഷം ഒരു ആയുർവേദക്കാരെ അലോപ്പതിക്കാരെ കല്യാണം കഴിപ്പിക്കലും വേണം. അതിന് മിനിമം കാര്യങ്ങൾ നല്ല കാര്യമാണ്, തിരിച്ചായാലും മതി. ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഈ സാധാരണ രീതിയില്ലേ, നമുക്കിപ്പോൾ വൈദ്യം എന്ന് പറയുന്നത്, വൈദ്യം ഇപ്പം ഇനി മാറിയിട്ട് അതൊരു പ്രഡിക്റ്റീവായിട്ടുള്ള, പ്രിവെൻറ്റീവായിട്ടുള്ള, ഒരു പ്രൊമോട്ടീവായിട്ടുള്ള, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള, അതുപോലെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായി മാറുകയാണ്. നിങ്ങൾക്ക് എല്ലാം പിടികിട്ടിയോന്ന് അറിയത്തില്ല. പ്രഡിക്റ്റീവായിട്ടുള്ള, പ്രിവെൻറ്റീവായിട്ടുള്ള, പ്രൊമോട്ടീവായിട്ടുള്ള, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള, പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു സംവിധാനമായി വൈദ്യം മാറുകയാണ്. അത് ലോകത്തിൻ്റെ അനിവാര്യതയാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് പ്രഡിക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്ത് രോഗം വരും ഒന്ന് നോക്കിക്കോ. ഇപ്പോൾ എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുന്ന എന്ത് രോഗം വരുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നമ്മൾ പോയി ആയിരക്കണക്കിന് രൂപ സ്വകാര്യ ആശുപത്രികൾ മുടക്കി നടക്കുന്നവരാണ് എല്ലാ വർഷവും.
അല്ലേ? അപ്പം അതെന്ന് വെച്ചാൽ അതിനെന്തോ പ്രഡിക്ഷനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് പ്രഡിക്റ്റീവ് ആവണം, പ്രിവെൻറ്റീവ് ആവണം, രോഗങ്ങളെ പ്രതിരോധിക്കുന്നതാവണം, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം, പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. എൻ്റെ രോഗം വേറെ ആരുടെയും രോഗമല്ല, എൻ്റെ മുഖം എത്ര വ്യത്യസ്തമാണോ അതേപോലെ നമ്മുടെ മുഖം വ്യത്യസ്തമാണെന്നുള്ള കൺസെപ്റ്റിൽ തന്നെ കാണണം. ഇപ്പം ഒപ്പം തന്നെ ഈ പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. എൻ്റെ രോഗത്തിൽ എനിക്ക് മാത്രമേ മരുന്നെടുക്കത്ത് കഴിക്കുന്ന കാര്യത്തിലെങ്കിലും ഞാനൊരു ചെറിയ ഇത് കാണിക്കണം, അല്ലേ? വൈദ്യം പറഞ്ഞു തരുന്ന സാധനങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം. അതുപോലെ ചെയ്യാൻ പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. രോഗത്തിനുള്ള മരുന്ന് കൃത്യമായി കൃത്യസ്ഥലത്ത് അത് ആക്ട് ചെയ്യണം. ഞാൻ കാണുന്നത് ഈ ആധുനിക വൈദ്യത്തിന് പല ക്വാളിറ്റീസും ഉണ്ടെങ്കിലും ഇത്രയും സാധനങ്ങൾ അതിന് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ആയുർവേദത്തിന് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. പ്രെഡിക്റ്റീവാണ്, അത് പ്രിവെൻറ്റീവാണ്, ഹെൽത്ത് പ്രൊമോട്ടീവാണ്, പേഴ്സണലൈസ്ഡ് ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്. നിങ്ങൾ ഞാൻ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ രോഗം മാറില്ല. നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നടന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ 6 പീസും ഉള്ളതാണ്. ഈ വൈദ്യം ഇങ്ങനെ മാറുമ്പം ഞാൻ പറയാൻ വരുന്നത് ആധുനിക വൈദ്യവും ഈ പ്രിസിഷനിലേക്കും പ്രെഡിക്റ്റീവിലേക്കും ഒക്കെ ആയുർവേദത്തിലൂടെ വരും. അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞു നമുക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ പ്രകൃതി അസസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രകൃതി അസസ് ചെയ്യുന്നു, നിങ്ങളുടെ DNA ഇതെല്ലാം കണ്ടെത്തുന്നു, നിങ്ങളുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്തുന്നു. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടാവുമെന്ന് ആയുർവേദ പ്രകൃതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ പ്രകൃതി എങ്ങനെയാണോ, നിങ്ങൾക്ക് വികൃതികൾ എന്തായിരിക്കും, ആ വികൃതി പരിഹരിക്കാൻ നിങ്ങളുടെ ഭക്ഷണം എന്ത്, നിങ്ങളുടെ ജീവിതശൈലി എന്തെന്ന്, നിങ്ങളോട് നിങ്ങളുടെ വസ്ത്രശൈലി എന്ത്, നിങ്ങൾ എങ്ങനെ ഉറങ്ങണം എന്ന് വരെ ആയുർവേദം പറഞ്ഞു തരും. വളരെ പ്രിസൈസായിട്ട് പ്രയോഗിക്കാൻ, എവിടെ മരുന്ന് പ്രയോഗിക്കണം എന്ന് പറഞ്ഞു തരാൻ ആയുർവേദത്തിനാകും. ഇത് അലോപ്പതിയെയും ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് ചുമ്മാതല്ല, നോക്കിയാൽ മതി. ക്യാൻസർ ചികിത്സയിൽ ഇത്തരം പ്രിസിഷൻസ് ഉപയോഗിച്ച് ചികിത്സിക്കാനുള്ള റിസർച്ചുകൾ ലോകം എമ്പാടും നടക്കുന്നുണ്ട്. വരുന്ന ഭാവിയിൽ അത് സാധ്യമാവും. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആയുർവേദ അലോപ്പതിക്കാരും തമ്മിലുള്ള തർക്കമൊക്കെ മാറി ഇതൊരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ചിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അതൊരിക്കലും ശാസ്ത്രീയതയുടെ ആവശ്യമല്ല. ഇതുപോലെ വീട്ടിൽ 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ടാവേണ്ടതല്ല, പക്ഷെ ജനം ചോദിക്കും. നമസ്കാരം, എൻ്റെ പേര് വെങ്കട സുബ്രഹ്മണ്യൻ. ആയുർവേദത്തിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് ഉണ്ടോ? പിന്നെ മറ്റൊരു ചോദ്യം, ഇപ്പോൾ കിട്ടുന്ന വെജിറ്റബിൾസ് എല്ലാം മിക്കവാറും ഈ വിഷാംശമുള്ളതാണ്, ധാന്യങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ, ഈ AI എന്നുള്ള സംവിധാനം ഇപ്പോൾ ഈ അലോപ്പതി മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആയുർവേദത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഒരു കാര്യം, ഇൻഫെർട്ടിലിറ്റിക്ക് എൻ്റെ മോൾ അവിടെ ഇരിപ്പുണ്ട്, അവളത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. വേണമെങ്കിൽ അവൾ മറുപടി പറയും. പ്രിയക്ക് പറയാമോ? ആയുർവേദത്തിൽ ഇൻഫെർട്ടിലിറ്റി എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ കാര്യവും. ഈ ടെക്നോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർവെൻഷൻസ് കുറച്ച് കാര്യങ്ങൾ ടെക്നോളജി ബേസ്ഡ് ആണ്. ഇവർ ഈ പറയുന്ന ഈ എംബ്രിയോ ട്രാൻസ്പ്ലാന്റ് സാധനങ്ങളെല്ലാം വരുന്നത് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു മെയിൽ പാർട്ട്ണർ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ രണ്ടുപേരുടെയും ബീജവും അണ്ടവും കൂടെ ചേർന്നിട്ടാണ് ഒരു നമ്മുടെ അണ്ടവും സ്പേമും ചേർന്നിട്ടാണ് നമ്മുടെ ഒരു എംബ്രിയോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ ഈ ജനിതക ലെവലിലുള്ള കറക്ഷൻസ് വരുത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരുപാട് മരുന്നുകൾ, ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ഈ ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ വളരെ സെൽ ലെവലിൽ ആക്ട് ചെയ്യുന്ന ഏതൊരു ആയുർവേദ മരുന്നിനും എങ്ങനെയാണോ ദേഹത്തിൽ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആക്ട് ചെയ്യാൻ ഈ നമ്മുടെ സ്പേമിലും ഓവത്തിലും നമ്മുടെ മരുന്നുകൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അതിന് വളരെയധികം നല്ല നല്ല മരുന്നുകൾ നമ്മുടെ ആയുർവേദത്തിലും ലഭ്യമാണ്. ഇതിനൊരു കാര്യമുള്ളത്, ആയുർവേദത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ അടുത്ത മാസം കൺസീവ് ആവുന്ന. ഇന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നാളെ അടുത്ത മാസം നിങ്ങൾ എന്തായാലും കൺസീവ് ആയിട്ടേ വരത്തുള്ളൂ എന്ന് പറയാനുള്ള ഒരു കാര്യം അല്ല ആയുർവേദം.
ആയുർവേദം ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഒരു സ്പേമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്പേമിൽ 70 days എടുക്കും എന്ന് വിചാരിക്കാം. ഒരു 1.5 months അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. അതായത് അതിൻ്റെ ഫോമേഷൻ വരുന്നത് ഫുള്ളി ഫോംഡ് ആകുമ്പോഴത്തേക്കും വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ, അതായത് ഇന്നുണ്ടായി വരുന്ന സ്പേമിലാണ് നമ്മൾ മരുന്ന് കൊടുത്ത ആക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി വരുന്ന സമയത്ത് മാത്രമേ ആ സ്പേമിലെ ക്വാളിറ്റി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി മാത്രമേ നമ്മൾ ആ സമയത്ത് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു അണ്ടം ഉണ്ടായി വരുന്നതിന് 90 days അതിൻ്റെ മെച്യൂരിറ്റി എടുക്കും. അപ്പോൾ ഇന്നുണ്ടാവുന്ന, അതായത് മെച്യൂറായി തുടങ്ങുന്ന അണ്ടം, ഓൾറെഡി ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ഓൾറെഡി അവിടെ ഉണ്ട്. അത് മെച്യൂറായി ഓരോ സൈക്കിളിലും കൊഹോട്ടായിട്ട് വരികയാണ് ചെയ്യുന്നത്. ആ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഫോളിക്കിളിൽ മാത്രമേ മരുന്ന് ആക്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതിനെല്ലാം ആ ഒരു ടൈം പീരീഡ് കൊടുക്കണം. ആ ഒരു ടൈം പീരീഡ് തരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മരുന്നുകൾ വളരെ അധികം എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഈ ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞു സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തം എന്ന് പറഞ്ഞ 2 വൃത്തങ്ങളുണ്ട്. അതിൽ ആതുരവൃത്തം എന്ന് പറയുന്നത് അഷ്ടാംഗ ആയുർവേദം എന്ന് പറയും. അഷ്ടാംഗ ആയുർവേദം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? 8 അംഗങ്ങളാണ് ആയുർവേദത്തിനുള്ളത്. അത് കായബാല ഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട ജരവൃഷാൻ എന്ന് പറഞ്ഞ് 8 എണ്ണമാണ്. അതിൽ എല്ലാത്തിലോട്ടും പറഞ്ഞു പോകുന്നില്ല. ഇത് 8 സ്പെഷ്യാലിറ്റീസാണ്. ലോകത്ത് ആദ്യമായി സ്പെഷ്യാലിറ്റി വൈദ്യം കൊണ്ടുവന്ന വൈദ്യശാസ്ത്ര ആയുർവേദമാണ്. അതിലെ 8ാമത്തെ സ്പെഷ്യാലിറ്റി വൃഷ ചികിത്സ എന്ന് പറയും. ഈ വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫെർട്ടിലിറ്റി, ഇമ്പോർട്ടൻസി എന്നിവയെ ചികിത്സിക്കുന്ന ചികിത്സാക്രമമായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആയുർവേദത്തിൽ ഈ ഇൻഫെർട്ടിലിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിയെ പറ്റിയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻസി എന്താണ്, ഇൻഫെർട്ടിലിറ്റി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചികിത്സയും അത് വളരെ ലഭ്യമാണ്. കഴിഞ്ഞ ഒരു 25 വർഷത്തെ ചികിത്സ, 20 വർഷത്തെ ചികിത്സക്കിടയ്ക്ക് എനിക്ക് 150 കുട്ടികളുണ്ട് എന്ന് പറയുന്നു. വൃശ്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചികിത്സയിൽ തന്നെ വൃശ്യ ചികിത്സ ഉണ്ട്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. കുറിച്ച് അല്ല, ആയുർവേദത്തിലെ പല ചികിത്സയ്ക്കും പ്രചാരണം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനെന്താണെന്ന് വെച്ചാൽ പ്രചാരണം അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. എന്ന് വെച്ചാൽ പ്രചാരണം നൽകുന്നത് എങ്ങനെ? ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിനകത്ത് ഒരു ചികിത്സയുണ്ടെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അത് മാധ്യമങ്ങളിലൂടെയും സർക്കാരും വേണ്ട പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് അല്ലേ? നമുക്ക് അറിയാം, ഇപ്പം ആശമാർ തുടങ്ങി ഏറ്റവും താഴത്തെ തട്ട് മുതൽ വലിയ തട്ട് വരെയുള്ള രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായൊരു രീതി ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ട്. അതേസമയം ഇപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, അമിതാഭ് ബച്ചൻ വന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മറ്റേ എന്താണ് ഈ ഒരു ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അതിന് ഷിംഗിൾസ് എന്ന് പറഞ്ഞൊരു സാധനം വരും, കുരുക്കൾ വരുന്നതാണ്. ചിക്കൻ ബോക്സിൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഈ സാധനം വരുന്നതിന് ഇഞ്ചക്ഷൻ എടുത്തോന്ന് നിങ്ങളോടെല്ലാം ചോദിച്ചില്ലേ ടി വിക്കകത്ത് വന്നിരുന്ന്? ഇത്തരം ഒരു പ്രചരണ പ്രവർത്തനം ആയുർവേദത്തിന് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ശരിക്കും സർക്കാർ സംവിധാനത്തിലൂടെ ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ ആയുർവേദത്തിൽ ആവശ്യമാണ്. അത് നടക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എയെ പറ്റി ചോദിച്ച ഒരു ചോദ്യത്തിനൂടെ ചെറിയൊരു മറുപടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മറ്റേ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതും അതുപോലെ DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്തുന്നതും DNA ഈ എന്താ പറയുക മെറ്റാ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയും, ഇത് ഡാറ്റാബേസ് എന്ന് പറയും. ഇത്രയും സാധനങ്ങളെല്ലാം ഇപ്പോൾ AI ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് സംവിധാനങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സംവിധാനമാണ്. അത് മാത്രമല്ല മരുന്നുകളുടെ നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമുലേഷൻസിലൂടെയും ഡോക്കിങ്ങിലൂടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആധുനിക ലോകത്ത് പുതിയ ടെക്നോളജി, നേരത്തെ ഞാൻ പറഞ്ഞു പോകുന്ന പോലെ സയൻസ് എന്ന് പറയുന്ന ആയുർവേദ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദ ശരിയായ സയൻസ് ഇൻവൈബ് ചെയ്ത് ഇവോൾവ് ചെയ്യുന്നതിലൂടെ നേടുന്ന കാര്യങ്ങളാണ്. ഒരു കാലത്ത് ആയുർവേദത്തിലെ ഓരോ മരുന്നും എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് വരെ പറഞ്ഞു തരാനാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നേരത്തേനേക്കാളും റിസർച്ചിന് നമുക്കൊരു കുതിപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുമുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടെ സാർ, ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മളെ ഇപ്പോൾ നമുക്കൊരു ബയോളജിക്കൽ വൈദ്യമുണ്ട്. ഈ ബയോളജിക്കൽ വൈദ്യത്തിൽ നിന്ന് മാറി ഒരു കെമിക്കൽ മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഈ കെമിക്കൽ മേഖലയിൽ നിന്ന് മാറി നാളെ ഫിസിക്സ് ആകും വൈദ്യം കൺട്രോൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കെമിസ്ട്രി ഉണ്ടാക്കുന്നു, ഒരു മരുന്നുണ്ടാക്കുന്നു, ആ മരുന്നിൻ്റെ കെമിക്കൽ ആക്ഷനിലാണ് വരുന്നത്. പക്ഷേ ഈ കെമിക്കൽ ആക്ഷൻ വരുന്നതിന് മുമ്പ് അതിനൊരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ട്. അതായത് ഒരു മരുന്ന് രണ്ട് മരുന്നുകൾ ഒട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ രണ്ട് മരുന്നുകൾ വേർതിരിച്ചു. ഈ വേർതിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് ആക്ഷനകത്തിൽ അതിന് സമയമുണ്ട്, കാലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, ടൈമുണ്ട്, എനർജി ഉണ്ട്. അപ്പോൾ ഈ സ്പേസ്, ടൈം, എനർജി, കൊഹിഷൻ ഫോഴ്സസ്, ഡിറ്റാച്ച്മെൻറ്റ് ഫോഴ്സസ് എല്ലാം പഠിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരും. ഈ കാലഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് AI ഉപയോഗിക്കാൻ പറ്റും. അന്ന് ആയുർവേദം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. കാരണം ആയുർവേദം ഇതുണ്ടല്ലോ, ആയുർവേദം നിൽക്കുന്നത് ആ മേഖലയിലാണ്. അതായത് ശരിക്കും ഖാദീനാത്മവല്ല, ആത്മ മന എന്ന് പറഞ്ഞിട്ട് കാലം, ആത്മാവ്, മനസ്സ്, പിന്നെ സ്പേസ്, ടൈം, അതുകൊണ്ടാണ് കളർ, അതായത് അതിനകത്തിൽ കളർ വരുന്നത്, രുചി വരുന്നതും ഒക്കെ ഈ ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ഇതാണ്. ആ ലെവലിലേക്ക് പഠിക്കാൻ AI നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. AI ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫിസിക്സിൽ ഇത് വരികയും അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബോധം എന്താണെന്ന് വരും. അത് കഴിഞ്ഞ് അതിന് പുറകിൽ മാത്തമാറ്റിക്സ് വരും, ഒരു മാത്തമാറ്റിക്കൽ വൈദ്യം വരും. അതിനുശേഷം നിങ്ങൾ ബോധത്തിൻ്റെ വൈദ്യം വരും. ബോധത്തിൻ്റെ വൈദ്യം വന്ന് ഫിലോസഫി ആകുമ്പോൾ കൃത്യമായി 100% ആയുർവേദമാകും. ഒരു 50 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഈ 50 കൊല്ലം കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഫിലോസഫിക്കലായ ഒരു വൈദ്യം വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് അന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന് ശരിക്കും AI വളരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. ഏതായാലും ഇത്രയും നേരം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന 3 പേർക്കും മാതൃഭൂമിയുടെ നന്ദി.